മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു കുടുംബമാണ് ലാസറും മർത്തയും മറിയവും അടങ്ങുന്ന കൊച്ചു കുടുംബം. ആ കുടുംബത്തിലേക്ക് അതിഥിയായി ഈശോ കടന്നു വരുന്ന ഹൃദ്യമായ സംഭവമാണ് ഇന്ന് തിരുസഭാ മാതാവ് ധ്യാനിക്കാൻ നൽകിയിരിക്കുക. ഈ ചെറിയ സുവിശേഷ ഭാഗം നമ്മുടെ തിരക്കു പിടിച്ച ആത്മീയ കുടുംബജീവിതങ്ങളിലേക്ക് വളരെ ആഴമേറിയ വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മർത്തയും മറിയവും രണ്ട് വ്യത്യസ്ത സ്വഭാവ ശൈലിയിലുള്ളവരാണ്. ഈശോ അതിഥിയായി വരുമ്പോൾ മറിയം ഈശോയുടെ പാദത്തെങ്കിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിച്ച് ആ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രത കൊള്ളുകയാണ്. കുറച്ചു കഴിഞ്ഞ് മർത്ത ഈശോയോട് പരാതി പറയുകയാണ്, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് പറയുന്നുണ്ട്, മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയാണ്. മറിയമാകട്ടെ അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഒരു പക്ഷേ മർത്തയും മറിയവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തുറന്നു കാണിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ചില ജീവിത ശൈലികളെ വചനത്തിലൂടെ രണ്ടുപേരും ബോധ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. മർത്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വചനത്തിൽ ഒറ്റ നോട്ടത്തിൽ കർത്താവ് മറിയത്തിൻ്റെ സൈഡ് പിടിക്കുന്നതായിട്ട് തോന്നാമെങ്കിലും മർത്ത അത്ര മോശക്കാരിയൊന്നുമല്ല. മറിയത്തെ പോലെ തന്നെ മർത്തയിലുമുണ്ട് ചില നന്മകൾ. രണ്ടുപേരെയും സഭയ്ക്കെന്നതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആവശ്യമാണ്. കാരണം എല്ലാവരും മറിയത്തെ പോലെ ആകാൻ പരിശ്രമിച്ചാൽ വീട്ടുകാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ആരാണ് ശ്രദ്ധിക്കുക? അതുപോലെ തന്നെ എല്ലാവരും മർത്തയാകാൻ പരിശ്രമിച്ചാലോ ദൈവവചനം ആര് ശ്രവിക്കും? അതുകൊണ്ട് രണ്ടുപേരെയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് താനും. മാത്രവുമല്ല, രണ്ടുപേരുടെയും നന്മകൾ നാം ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും വേണം എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പക്ഷേ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ മർത്തയെ തിരുത്തുന്നത് നാം കാണുന്നുണ്ട്. മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. അതായത് പ്രിയമുള്ളവരെ, ഈ ആധുനിക ലോകം അത് തിരക്കുകളുടെ ഒരു ലോകം തന്നെയാണ്. നാം പലപ്പോഴും ആ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുക. കുടുംബജീവിതത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അത് ഒരിക്കലും ചെറുതൊന്നുമല്ല. ജീവിത പങ്കാളിയെയും മക്കളെയും നന്നായി നോക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതിനുവേണ്ടി രാപ്പകൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നു. വീട്ടിലെയും ജോലിസ്ഥലത്തെയും ഉത്തരവാദിത്തങ്ങൾ, ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ നീളുന്നു നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും ജീവിത പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരോടോ നാം മർത്തയെ പോലെ പരാതികൾ പറയുന്നവരാണോ? അവിടെയാണ് നാം ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ നന്മയും മഹത്വവും കെട്ടുപോകുന്നത്. ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു കാണുമല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം, കഷ്ടപ്പാട് മുഴുവൻ എൻ്റെ തലയിലാണ്, ഞാൻ എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്, കുടുംബത്തിലുള്ള മറ്റാരും എന്നെ സഹായിക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആരും എന്നെ അഭിനന്ദിക്കുന്നുമില്ല. ഇങ്ങനെ പരാതികൾ പറയുന്നവരാണോ നാം? ഓർക്കുക, നാം ചെയ്യുന്ന ചെറിയ ജോലികൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ മഹത്വമുണ്ട്. മാത്രവുമല്ല, എപ്പോഴും ജോലി തിരക്കും മറ്റും പറഞ്ഞുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തുന്നവരായിട്ട് നാം മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടി വേണം. അവിടെയാണ് നാം മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കേണ്ടത്. ചില തിരക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് അല്പസമയമെങ്കിലും കർത്താവിനോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ നമുക്കും സാധിക്കണം. ദിനം പ്രതി വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും പങ്കുചേർന്ന് ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കി മാറ്റാൻ നമുക്കും സാധിക്കട്ടെ. ഈ സുവിശേഷ ഭാഗം നൽകുന്ന ഒരു പ്രധാന കാര്യവും ഇതുതന്നെയാണ്. നമ്മുടെ ജീവിത ശൈലികളിൽ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ട് വേണം പോകുവാനായിട്ട്. എൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതായിരിക്കരുത്. ഇവ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ജീവിതത്തിലെ പലവിധ തിരക്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിലും അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കാൻ മറിയത്തിൻ്റെ മനോഭാവം എനിക്ക് നൽകണമേ. ഒപ്പം കുടുംബത്തോടും സമൂഹത്തോടുമുള്ള എൻ്റെ ചുമതലകൾ മർത്തയെപ്പോലെ
സ്നേഹത്തോടും പരാതികളില്ലാതെയും ചെയ്തു തീർക്കാനുള്ള കൃപയും എനിക്ക് തരണമേ. എൻ്റെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.